ഹലോ ഗീസപ്പത്തിലൂടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കണ്ടുള്ളൊരു ന്യൂസാണ്. റിപ്പോർട്ടർ ടി വിയിൽ വേടനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, ഒരു ടോക്ക്, ഒരു ചാറ്റിങ് നോക്കാം. എന്താ വരാത്ത അടുക്കള ജീവിയാണ് അപ്പൻ. അപ്പന് കാലത്ത് ഒരു 5:50 5:20 ആകുമ്പോഴേക്കും പുള്ളിക്കാരൻ എണീക്കും. എന്നിട്ടൊരു FM ഓണാക്കും, അല്ലെങ്കിൽ പാട്ട് പാടും. ഒരു 7 മണിക്കുള്ളിലൊക്കെ ഭക്ഷണം റെഡിയാണ്. ഒന്നാമത്തെ കാര്യം, രാവിലെ തന്നെ വേടനെ ഈ ഒരു ചാനലിലല്ല ഇങ്ങനെ ചാനലിൽ കാണാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതായത് ഭാഷ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കഴിവുള്ളൊരു ശൈലിയാണല്ലോ വേട എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലോ ആണ് മൂപ്പരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. എനിക്ക് ആ ശൈലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ വേറെ സന്തോഷം എന്ന് വെച്ചാൽ ഇത് അരുണും അല്ലേ, മൊട്ട അരുൺ എന്നൊക്കെ പറയണ അരുണും വേടനും തമ്മിലുള്ള ചിറ്റാറ്റാണ്. അതിലെ ഈ ഒരു സന്തോഷം പറയട്ടെ കേട്ടോ. ഈ അരുൺ സാറുണ്ടല്ലോ, വിക്ടോറിയ കോളേജിൽ എൻ്റെ ഡിബേറ്റിന് അതേപോലെ സ്പീച്ചിൻ്റെ ഒക്കെ ജഡ്ജായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിഷ്ടമുള്ള രണ്ടുപേരിങ്ങനെ, ഇഷ്ടമുള്ളതല്ല, നമ്മുടെ ഒരാൾ വേടനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അതേപോലെ അരുൺ സാറുമായിട്ടുള്ള ഈ വർത്താനമൊക്കെ, അപ്പോൾ മൂപ്പരുടെ ഒരു ശൈലിയൊക്കെ നമുക്കറിയാം. അവിടെ ഡിസ്കഷൻസും ഡിബേറ്റുകളൊക്കെ നടക്കുമ്പോഴൊക്കെ എപ്പോഴും മൂപ്പരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. നോക്കാം. അപ്പനാണ് ഭക്ഷണം ഉണ്ടാക്കണ. അടുക്കളക്കകത്ത് ആരും കയറ്റാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു വശമുള്ള ആളാണ്. ഇത് വൈകുന്നേരം ഇരുന്ന് ഈ പാട്ടൊക്കെ പാടുന്ന കേൾക്കുന്ന സമയത്ത് മനസ്സ് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ? ഇതിപ്പോ കേൾക്കുന്ന സമയത്ത് തന്നെ പ്രേക്ഷകർക്കും അത് ആ ഫീലിംഗ്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടലും വലിയ കാര്യമായിട്ടൊന്നും മിണ്ടലൊന്നും ഇല്ല. പക്ഷെ ആൾക്കറിയാം, നമുക്ക് രണ്ടുപേർക്ക് അറിയാം അങ്ങോട്ട്. ഞങ്ങൾ അങ്ങനെ മിണ്ടാറില്ല. ഇമോഷൻസ് ഇങ്ങനെ അതങ്ങനെ ഒരു ശീലമില്ല. ആ കൾച്ചറിൽ അങ്ങനെ ഒരു ശീലമില്ല. ഈ ഇതിനെതിരെ എപ്പോഴാണ് ഇതിനൊരു അനീതി ഉണ്ടെന്ന് ബോധ്യമാവുന്നത്? ഇപ്പൊ 13ാമത്തെ വയസ്സിൽ ഒരാൾ തരുന്ന ഒരു വസ്തു അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നു, അല്ലെങ്കിൽ അതൊരു പിന്നീട് ഒരു ശീലമാവുന്നു. അത് തെറ്റാണെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നു. പിന്നീട് വേടൻ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്ത് പരിപാടി കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ. പക്ഷേ മൂപ്പര് ചെറുപ്പം മുതലേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു എന്നൊക്കെയാണ് ഇത് പറയുന്നത്. 13 വയസ്സിലോ 14 വയസ്സിലോ അങ്ങനെ 13 വയസ്സിലിട്ട് വേണം. അപ്പോൾ അവരത് പറഞ്ഞു തരാനൊന്നുമില്ല എന്നൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യന് എന്താ ഇതാരെങ്കിലും പറഞ്ഞു തരണം? അല്ലാതെ ഇവിടെ വിഷയമല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. പ്രാരാബ്ദങ്ങൾക്കിടയിൽ പണിയെടുത്തു തുടങ്ങുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഇതിനകത്തൊരു അനീതിയുണ്ട്, ഒരു ഇരട്ട നീതി എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് ഏത് പ്രായത്തിലായിരിക്കും? നമുക്ക് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യ ക്ലാസ് മുറിയിലാണോ അതോ ക്ലാസ് മുറികളിലാണ് നമ്മളതിനെ ഏറ്റവും കൂടുതൽ ജാതീയമായി വേർതിരിക്കുന്ന ഇടം വിദ്യാലയങ്ങളെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പേരിപ്പോ ഹിരൺദാസ് മുരളി, പണ്ട് അങ്ങനെയല്ലല്ലോ. ഞാൻ കാര്യം പറയട്ടെ. ഇത് ആളുകൾക്ക് ജാതിയുടെ ആവശ്യമില്ല, മതത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾ വിചാരിക്കും, ഈ അഡ്മിഷൻ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം ജാതി കോളം അല്ലേ, മതം, ഈ സാധനമൊക്കെ നിർബന്ധം അവിടെ. എന്താ ചെയ്യണത്? അതേപോലെ ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പുകൾ വരുമ്പോൾ SC കുട്ടികളുണ്ട്, ST കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെ OBC കുട്ടികളുണ്ട്. അങ്ങനെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു വേർതിരിവ്. അതേപോലെ ചിലവർ കേട്ടോ അഡ്മിഷൻ സമയത്ത് അവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടായിട്ട് അഡ്മിഷൻ സമയത്ത് ഇവർ കയ്യിൽ കാശില്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ചില ആളുകൾ ഒരുപാട് കാശും ഒക്കെ ഉള്ള ടീംസ് അവർ എന്താ പറയുക, ഈ ജാതിയുടെ ഇത് മാത്രം വെച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്ന ടീംസുണ്ട്. ഞാൻ പറയുന്നത് പലർക്കും ഇത് പിടിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ പല ആളുകളും അഡ്വക്കേറ്റ് ചെയ്യുന്ന സാധനമാണ് സാമ്പത്തികമായിട്ടുള്ള സംവരണമാണ് വേണ്ടതെന്ന്. ഓക്കെ, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ ഈ ഒരു ജാതിയുടെ കാര്യം, റിസർവേഷനൊക്കെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് അഡ്മിഷൻ സമയത്തൊക്കെ പോകുമ്പോൾ ശരിക്കും മനസ്സിലാവും. അത് എൻ്റെ സുഹൃത്തുക്കളുടെ പലരുടെ അനുഭവങ്ങൾ അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് സംവരണം വേണം, അതിലൊരു സംശയമില്ല. അതിപ്പോൾ ഈ ജാതിയുടെ പേരിലുള്ള സംവരണം ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഇതിൻ്റെയൊക്കെ ഒരു ഇതും കൂടി നോക്കിയിട്ടാണ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇതുള്ളത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ട് പല കോണുകളിലും ചർച്ച ചെയ്യപ്പെടുന്നതാണ് സംവരണം ഏത് രീതിയിലാണ് വേണ്ടത്. ജാതീയമായ സംവരണമാണോ നമുക്ക് വേണ്ടത്, അതോ സാമ്പത്തികമായിട്ടുള്ള സംവരണമാണോ നമുക്ക് വേണ്ടത്? എന്തായാലും അത് ചർച്ചകൾ ആയിട്ട് ഇങ്ങനെ പോട്ടെ. അതിൻ്റെ റിഫ്ലക്ഷൻ എന്തായാലും മൊത്തത്തിൽ നമ്മൾ കാണും. സണ്ണി ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഹിരൺദാസ് മുരളി, ആ പേര് വേറെ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഹിരൺദാസ് മുരളിക്കയുടെ പേപ്പർ നോക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒരു ബോധം ഉണ്ടാവുകയും, എന്നാൽ ആ സമയത്ത് കുറിഞ്ഞി അല്ലെങ്കിൽ ഒരു വേറൊരു പേര് വരുന്ന ആൾക്ക് മനസ്സിനുള്ളിൽ തന്നെ ഇവൻ കുറഞ്ഞ മാർക്ക് കിട്ടാൻ യോഗ്യനാണെന്ന് പറയുന്ന ഒരു ബോധം മനസ്സിൽ വരും എന്ന് പറയാറുണ്ട് അല്ലേ? അതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ? പേരിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ പേരിനൊരു തമിഴ്
അമ്മയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളതായിരുന്നു. അപ്പൊ പേരിൽ രക്ഷപ്പെട്ടു ഞാൻ. അതൊരു ഈഴത്തമിഴ് സ്റ്റൈലിഷ് പേരാണ്, വീട്ടിലെല്ലാവർക്കും കിട്ടി. ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവർ പറയുന്നുണ്ടോ, ചില പേര് കണ്ടിട്ട് ആള് ഹൈ കാസ്റ്റാണ് ലോ കാസ്റ്റാണ് എന്നൊക്കെ. ഇത് ഞാൻ എൻ്റെ കാര്യത്തിലായിട്ട് പറയുന്നത്. ആളുകൾ പലരും അത് കാസ്റ്റുകളിൽ തന്നെ ഹൈ കാസ്റ്റ് ലോ കാസ്റ്റ് കൊണ്ട് ചിലർ മൈൻഡ്ലി സാധനമല്ലോ. അപ്പോൾ ഇങ്ങനെയാണല്ലോ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നുള്ളൊരു സംഗതി ഒക്കെ വെച്ചുള്ള കോൺട്രവേഴ്സികളൊക്കെ വരും. അപ്പോൾ ഈ പേര് കണ്ടിട്ട് താഴ്ന്ന ജാതിയുള്ള ഒരാളുടെ പേരാണ് എന്നൊക്കെ ചിലർ അങ്ങനെ എടുക്കുക. അപ്പോൾ അവർക്ക് മാർക്ക് കുറവ് കിട്ടേണ്ട ആളുകളാണെന്നും നല്ല പേരുള്ള ആൾ ഉയർന്ന ജാതിയുള്ള ആളാണെന്നും അങ്ങനെയൊക്കെ ചില പേരുകൾ വെച്ചിട്ട് ആളുകൾ വിലയിരുത്തുണ്ടാവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇതിന് വേറെ കാര്യം ഇതിലും വേറെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. നെപ്പോട്ടിസം, ഫേവറിസം, എന്തോ സാധനം. അതായത് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്നാൽ പിന്നെ ഇവർക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടട്ടെ എന്നൊരു ടീച്ചർ വിചാരിച്ചാലോ. അങ്ങനെ വിചാരിക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഫിലോസഫിക്കലിയൊക്കെ പറയാം. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും, പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കും. തമിഴെന്ന് പറഞ്ഞാൽ അറിയാത്ത പ്രേക്ഷകർക്ക് ശ്രീലങ്കയില് അല്ലേ, തമിഴ്നാടാണ് ഇത് പറഞ്ഞ പ്രശ്നമാണ്. ശ്രീലങ്ക ശ്രീലങ്ക ഈഴത്തമിഴ് എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. ഈഴത്തമിഴ് എന്ന് പറഞ്ഞാലാണ് ചിലർക്ക് പ്രശ്നമാവുക. അത് ശ്രീലങ്കയാണെന്നാണ് പറയുന്നത്. അതല്ല എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ശ്രീലങ്കയിൽ നിന്നാണ് അമ്മയുടെ ഒരു റൂട്ട് അവിടെ ആ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് കാണുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും അതെന്താണ് എന്നുള്ളതാണ്. അതെങ്കിലും ആ ഒരു ഇത് വരുന്നത്. അമ്മ ഏത് കാലത്താണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്? ലാസ്റ്റ് വാർ നടക്കുന്നതിന് മുന്നാണ് അമ്മ ഇങ്ങോട്ട് വരുന്നത്. കാരണം ജീവിക്കാൻ ഒരു സാഹചര്യം ഇല്ലല്ലോ. നമ്മുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മഹജൂറ എന്ന പേരുള്ള ഒരു താത്തയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു വേടൻ്റെ അമ്മ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പക്ഷെ അവരെ വീട്ടു ജോലിക്കാരിയായിട്ടല്ല അവരെ പറഞ്ഞത്. എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊരു സുഹൃത്തിന് ലെവലിലൊക്കെ ഒരു ധ്വനിയിലാണ് അവരങ്ങനെ സംസാരിച്ചത്. അത് വളരെ മാതൃകപരമായിട്ടൊരു കാര്യമായിരുന്നു. എനിക്ക് ശരിക്കും ഹൃദയം നിറഞ്ഞത്. അവർ ആ ഫോട്ടോ, ഉമ്മയുടെ ഫോട്ടോ കൊടുക്കണുണ്ടല്ലോ ഇവന് ഈ കോഴിക്കോട് ഇവിടെ പ്രോഗ്രാമിന് വന്ന സമയത്ത്. നിങ്ങൾ ആ വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എനിക്കത് പേഴ്സണലി ഒരുപാട് ടച്ച് ചെയ്തിരുന്ന സംഗതി. പിന്നെ അവൻ്റെ ഉമ്മാന് ഇവൻ്റെ അമ്മയ്ക്കുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അത്ര. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയത്രേ, എൻ്റെ മകൻ യൂട്യൂബിൽ പാട്ടൊക്കെ അവൻ നന്നായിട്ട് വേണം, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവൻ വേറെ നല്ലൊരു നിലയിലെത്തിയപ്പോൾ അമ്മ പാവം ജീവനോടല്ല. എന്താ അല്ലേ ലൈഫിൻ്റെ ഒരു പോക്ക്. പുള്ളിക്കാരി കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അത് പുറത്ത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മനസ്സിലായി. അപ്പൊ അതൊരു പശ്ചാത്തലത്തിൽ അതൊരു പശ്ചാത്തലമുണ്ട് ഒരു ഭാഗത്ത് അല്ലേ. അപ്പൊ അവിടെ നിന്ന് ഈ പേരിൽ രക്ഷപ്പെട്ടു. ഹിരൺദാസ് മുരളി എന്ന പേരിൽ പേരിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ വരുന്ന ഇടം എവിടെയാണ്, ലൈക്ക് വരുന്ന ഇടത്തിൽ നിന്നും നമ്മുടെ രൂപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ നമുക്ക്. അപ്പൊ ഈ വരുന്ന ഇടന്ന് ഞാൻ എവിടുന്ന് വരുന്ന എല്ലാവർക്കും അറിയാലോ. സ്കൂളുകളില് പിന്നെ തുല്യരല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂളുകളിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി കാണിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പക്ഷെ വേറെ കാര്യം കേട്ടോ, ഒരു സ്കൂളിൽ തുല്യരല്ല കുട്ടികൾ എന്ന് പറയുമ്പോഴും അങ്ങനെ എല്ലാവരും ഈക്വൽ ആണെന്ന് വിചാരിക്കുന്ന ഇഷ്ടം പോലെ അധ്യാപകരുണ്ട്. അങ്ങനെ അടച്ചു നമുക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല. എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ചില ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കുന്നുണ്ട്, ഈ വിഷം കടന്ന് കളിക്കുന്നുണ്ട്, ജാതി മതം എന്നുള്ള പേര്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ആ ഒരു സാധനം ചിലവരോടൊക്കെ തോന്നും, ബാക്കിയുള്ളവരൊക്കെ പുറത്ത്. ഇത് ജാതിയുടെ പേരിൽ മാത്രമല്ല ആൾക്കാരെ എന്താ പറയുക, എനിക്കങ്ങനെ തോന്നുന്നില്ല. ജാതിയുടെ പേരിൽ മാത്രമാണ്, സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ പേരിലും ഉണ്ട്. കാശ് കുറഞ്ഞ ആളുകളെ മാറ്റി നിർത്തപ്പെടുകയൊക്കെ ഞാനൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ യൂണിഫോം ഒന്നും ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു. അതേപോലെ തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ അതേപോലെ കീറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഈ നാടകത്തിന് ഇതിനൊക്കെ ആക്റ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നാടകത്തിൽ അഭിനയിക്കാനൊക്കെ, അതായത് അതിലൊരു സീൻ ഇങ്ങനെയായിരുന്നു, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് സ്കൂളിൽ കുട്ടികൾ എന്തോ പ്രോഗ്രാമിന് വരിക. അപ്പോൾ ഞാൻ എൻ്റെ പഴയ കീറിയ ഒരു ഷർട്ട് ഇട്ടിട്ടാണ് പോയിരുന്നു. അപ്പോൾ ഞാൻ കളിയാക്കലൊക്കെ കേട്ടിട്ടുണ്ട്. ആളുകൾ കളിയാക്കുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും. എന്താണെന്ന് ജാതിയുടെ പേരിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി എനിക്ക് തോന്നുന്നില്ല. ചില ആൾക്കാർ കാണുമ്പോൾ കറുത്ത ആൾക്കാരെ, പല്ല് പൊന്തിയ ആളുകൾ, പല്ല് വിടവുള്ള ആളുകൾ, എന്നെ പലതരത്തിലുള്ള ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. 2 തീരുള്ള പല്ലൊക്കെ ഉണ്ടല്ലോ അത്. അതേപോലെ ജീവനില്ലാത്ത മാതിരി സ്കെൽട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 10-73 കിലോ ഉണ്ട്. മുമ്പ് അങ്ങനെ ഭയങ്കര സ്കെൽട്ടായിരുന്നു. തല മാത്രം വല്ല വാൽമാക്രീനെ പോലെ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത്. തവളപ്പൊട്ടിൽ എന്നൊക്കെ പറയില്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ കറുത്ത ആളാണ്, കാശില്ലാത്തവനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കളിയാക്കൽ ആളുകളുടെ മൈൻഡിൽ ഇങ്ങനെ പലതായിരിക്കും. വേറെ ചിലവർ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ജാതിയുടെ പേരിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് വേടൻ എപ്പോഴും ജാതി 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 എന്ന് പറയുമ്പോൾ എനിക്ക് ചില സമയത്ത് ഡൗട്ട് എടുക്കും, ജാതി മാത്രമാണ് ഒരു വിഷയം. ജാതി മാത്രമല്ല, സാമ്പത്തിക ഒരു വിഷയം തന്നെയാണ്.
ഇപ്പോൾ സോ കോൾഡ് ഉയർന്ന ജാതി, ഞാൻ പറയണതല്ല കേട്ടോ, സോ കോൾഡ് ഉയർന്ന ജാതി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരുടേതായ രീതിയിൽ സെഗ്രിഗേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ കൂട്ടുകാർക്ക് കാശുള്ള കുറച്ച് സുഹൃത്തുക്കളും കാശില്ലാത്ത സുഹൃത്തുക്കളും, ഇത് പലപ്പോഴും ഇവരെ എങ്ങനെയാണ് സമൂഹം ട്രീറ്റ് ചെയ്യണമെന്ന് നോക്കി. കാശില്ലാത്തവന് ഒരു പട്ടിന് വില ഉണ്ടാവില്ല പൊതുവേ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ വെച്ച് പരിഗണിക്കേണ്ടാവും. എന്നാലും കാശുള്ളവനാണ് ഇവിടെ പരിഗണന കൂടുതൽ കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ ഒരു കണ്ടെത്തൽ അങ്ങനെയാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ആ സിസ്റ്റമാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അല്ല, ഒരു വ്യക്തിയല്ല, അതൊരു സിസ്റ്റമാണ്. അത് ഈ കണ്ടീഷൻ ചെയ്തപ്പെട്ട ഒരു സിസ്റ്റമാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. അത് കൂട്ടുകാരിൽ നിന്നുണ്ടാവും. അത് ഈ കൂട്ടുകാരിൽ നിന്നുണ്ടാവുന്നത് ഇവരിത് മനഃപൂർവ്വം ചെയ്യുന്നത് കൂടിയാണ്. ഇത് പലരും പറയുന്ന ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആരും ജാതി നോക്കണില്ല. വേടൻ പറഞ്ഞിട്ട് അത് വേടൻ തുല്യത വേണമെന്ന് അവകാശപ്പെടണമെന്നാണ് പറയുന്നത്. പക്ഷെ പറഞ്ഞിട്ട് ഇവൻ ഒരു പ്രത്യേക ടൈപ്പ് ജാതി അല്ലെങ്കിൽ അങ്ങ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നുള്ളൂ എന്നൊക്കെ പൊതുവെ ആക്ഷേപങ്ങളുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാവും. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വേടൻ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ജാതി ഈ ജാതിനെ വെച്ചിട്ട് തന്നെ തുല്യത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴുള്ളൊരു വിഷയമാണ് എനിക്ക് പലപ്പോൾ തോന്നിയുള്ളത്. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ നെഞ്ചത്ത് കയറണ്ട കേട്ടോ. ഞാൻ സ്കൂളുകളിൽ നടക്കുന്ന ക്ലാസ് റൂമുകളിലുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് പറയണത് സാമ്പത്തികമായ കാര്യങ്ങളും ജാതി എല്ലാം ഇതിൻ്റെ ഫാക്ടേഴ്സാണ്, അപ്പിയറൻസ് ഒക്കെ. അല്ലാണ്ട് ജാതി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആ കണ്ടീഷൻ ചെയ്യപ്പെട്ട സിസ്റ്റത്തിനകത്ത് മാത്രം ജീവിച്ചു വളർന്ന ആൾക്കാരെ ഇവരോട് ഇങ്ങനെ പെരുമാറാവോ, ഇവർ ഇന്ന ആൾക്കാരാണ് എന്നുള്ള ആ ഒരു പഠനം കിട്ടുന്നത് വീടുകളിൽ നിന്നും വിദ്യാഭ്യാസ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആദ്യത്തെ അങ്ങനെ ഒരു അനുഭവം വല്ലതും ഉണ്ടോ? ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴോ അതല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലോ ക്ലാസ് മുറിയിലോ? നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ വിദ്യാർത്ഥികളായിട്ട് സ്കൂളിലേക്ക് പോകേണ്ടത്. അപ്പൊ അതില്ലാത്തതിന്റെ കാര്യം എന്താണെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇതെന്താ എനിക്കില്ലാത്തത് എന്നുള്ളൊരു ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ ആവശ്യമുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങളായിക്കോട്ടെ, അതുപോലെ പുസ്തകങ്ങളായിക്കോട്ടെ, ബാഗായിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥയെ കുറിച്ചുകൂടെ പറയുന്നത് ജാതിയുടെ പേരിലാണെന്ന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. ഒരാളെ കണ്ടിട്ട് അയാളുടെ ഈ വസ്ത്രങ്ങളും ഡ്രസ്സും ഇതൊക്കെ കണ്ടിട്ട് ബാഗൊക്കെ കണ്ടിട്ട് ഇയാൾ ഇന്ന ജാതിക്കാരൻ, താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് പലരും വാങ്ങിക്കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്ന്, ഇപ്പോൾ എനിക്കും കീറി പറഞ്ഞ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ഈ 5 രൂപയുടെ കവറില്ലേ, ഈ കവറൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് വരെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. 5 രൂപയുടെ കവർ, അതിൽ പുസ്തകങ്ങൾ ഇട്ടിട്ട് കക്ഷത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ ഇത് ജാതിയുടെ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിത്തം കൊണ്ട് കാര്യമില്ലയെന്ന് ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതൊരു പക്ഷേ ജാതീയമായിട്ടുള്ള ഒരു സാധനമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനൊക്കെ കൂടുതൽ അവർക്കിത് വലിയ സംഗതിയായിട്ട് തോന്നുന്നില്ല. പാരൻസിന് അതൊരു ആണ്. വിദ്യാഭ്യാസം അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അത് അവരുടെ എന്താ പറയുക, അവരത്ര വിദ്യാഭ്യാസമുള്ളവരല്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതിൽ വലിയ കാര്യമില്ല എന്നാണ്. മേ ബി ജാതിയിലൊരു ഇമ്പാക്റ്റ് അതിൽ വരുന്നുണ്ടായിരിക്കും, ഇൻഫ്ലുവൻസ്. ഇത് പറയുമ്പോഴാണ് എനിക്ക് 100 സിംഹാസനങ്ങൾ എന്ന ജയമോഹൻ്റെ നോവൽ ഓർമ്മ വരുന്നു കേട്ടോ. അതിൽ അയാൾ മെയിൻ ക്യാരക്ടർ കളക്ടറാവുകയാണ്. ഒരു താഴ്ന്ന കാസ്റ്റിൽ നിന്നാണ് വരുന്നത് എന്നുള്ള വല്ല ഒരു കഥാപാത്രമാണ് അതിലെ മെയിൻ ആൾ. പേര് ഞാൻ മറന്നു. അപ്പോൾ ആളുടെ അമ്മ ഇങ്ങനെ ഭിക്ഷ അയച്ചിട്ട് ജീവിക്കണ ഒരുത്തിയാണ്. അപ്പോൾ 37 ഓൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ പറയത്രേ, അത് ഓൻ്റെ ഓഫീസിൽ ബാക്കി എല്ലാവരും കളക്ടറായിട്ട് പോലും ഓനെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നുണ്ടെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് ഇവന് വേണ്ടി വേറൊരു ചെയർ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഇതൊക്കെ വെക്കണം. അപ്പോൾ ഇവനത് ഭയങ്കര പ്രശ്നമായി തീരാണ്. ഇവന് ബാക്കി ഒരായിട്ട് ഈക്വലായിട്ട് കരുതുന്നില്ല. അങ്ങനെയൊക്കെയാണ് ആ നോവൽ വായിച്ച ആളുകൾക്ക് അത് മനസ്സിലാവും. അതിൽ ഇവൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. അത് എന്നെ ഒരുപാട് ടച്ച് ചെയ്തു. ആ സീനിൽ പറയുന്നൊരു സാധനമുണ്ട്, എടാ മോനെ, നീ ഇങ്ങനെ ജീവിച്ച് എങ്ങനെയാടാ അനക്കൊരു ജീവിതം വേണ്ടത്, നീ അമ്മയുടെ കൂടെ വാടാ, നമുക്ക് പിച്ചെടുത്ത് ജീവിക്കാമെന്ന്. അതായത് അമ്മ വിചാരിക്കുന്നത് ഈ കളക്ടർ ജോലിയുള്ള ഒരുത്തനെ പോലും വിലയില്ലാത്ത രീതിയിൽ ആളുകൾ കളിയാക്കുന്ന രീതിയിലാണ് മുപ്പത്തിരിക്കണം. അപ്പോൾ 37 സംബന്ധിച്ചോളം വലിയ സംഗതി എന്ന് പറയുന്നത് അമ്മേനെ പോലെ പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കണ്ട, ഈ ഒരു ഐറണി കണ്ടല്ലേ, ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവായിട്ടും എന്താ പറയുക, ഇന്ന കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ജാതി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെ ഒരു സാമ്പത്തികാവസ്ഥയും അവരുടെ അതുവരെയുള്ള ഒരു ട്രഡീഷനും ജാതീയമായ ഒരു ഇൻഫ്ലുവൻസും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്വത്വബോധം എന്ന് പറഞ്ഞ സാധനമല്ലേ, ഈ സ്വത്വബോധം ഐഡൻറ്റിറ്റി ഒരാളുടെ വരുന്നത് ജാതി കൊണ്ട് മാത്രമാണോ? എനിക്ക് തോന്നുന്നില്ല. അത് അയാളുടെ ഒരു സാമ്പത്തികമായ ചുറ്റുപാട്, അയാളുടെ ഒരു എക്സ്പോഷർ, പുസ്തകങ്ങൾ, സിനിമകൾ, അയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്ന സിനിമകൾ, അയാളുടെ സുഹൃത്തുക്കൾ, ഇതൊക്കെ
ഒക്കെ അയാളെ സ്വാധീനിക്കുന്ന തോന്നുന്നത്. അപ്പോൾ പാരൻസിൻ്റെ ഈ ഒരു വ്യക്തിത്വബോധം സ്വത്വബോധമില്ല, അതിന് അനുസരിച്ചായിരിക്കും പലപ്പോഴും ഇവർ അവരെ കുട്ടികളെയും ട്രീറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് സൗകര്യം ഉണ്ടായി കൊടുക്കുന്നു, കൊടുക്കാണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നു കൂടി എനിക്ക് തോന്നുന്നുണ്ട്. സ്കൂളുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുള്ള ടീച്ചേഴ്സിന് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തുള്ള ടീച്ചേഴ്സ്. അപ്പോൾ അവരൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ അവരെ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മളെ മത്സരങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് കഴിക്കാൻ വാങ്ങി തരിക, ബാക്കിയുള്ള കുട്ടികളുടെ അടുത്തൊന്നും കാണിക്കാത്ത സ്പെഷ്യൽ കെയർ ഒക്കെ നമ്മുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ പ്രത്യേകം എടുത്തു പറയാൻ പറ്റും ഓരോരുത്തരെയൊക്കെ. ഇനി അവരെ മാത്രം എടുത്ത് പറഞ്ഞ് ബാക്കിയുള്ളവരെ എന്തോട് പറഞ്ഞില്ല എന്ന് തോന്നേണ്ട ചോദിച്ചാൽ അവർ പേര് പറയാണ്ടിരിക്കും. എന്നാലും പറയാൻ പറ്റും. നമുക്ക് വേറെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഇത് ചെയ്യാം കേട്ടോ. ഞാൻ പൊതുവായിട്ട് അത് പറയാം. ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം വീടേ ഇല്ലാണ്ട് വരുന്ന കുറേ കുട്ടികളുണ്ടല്ലോ, വീടില്ലാണ്ട് ടാർപ്പായ വലിച്ചിട്ടിട്ട് അതായിരിക്കും അവരുടെ വീട് അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ നിന്ന് വരുന്നത് മദ്യപാനിയായ അച്ഛൻ അമ്മേനെ പൊതിരെ പിടിച്ച് തല്ലിയ രാത്രി, അല്ലെങ്കിൽ അമ്മേനെ സെക്ഷുവലി അച്ഛൻ ദുരുപയോഗം ചെയ്യുക, പീഡിപ്പിക്കുക രാത്രി സമയത്ത്. ഇത് കേട്ട് കണ്ട് ഞെട്ടി ഉണരുന്ന കുട്ടികൾ, അത് അവരുടെ ഒരു അനുഭവം എന്നൊക്കെ പറയണത് കാര്യം വെച്ചാൽ അവിടെ ജാതിനെയൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു അനുഭവം ഉണ്ടല്ലോ അത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും കുട്ടികളും ഒക്കെ ഉണ്ട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ. അച്ഛൻ പീഡിപ്പിക്കുന്ന പെൺകുട്ടികൾ, അമ്മയ്ക്ക് വേറെ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടീനെ നോക്കണ്ടാവില്ല, ഈ കുട്ടി ചത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ടീംസ് ഉണ്ട്. ഈ കുട്ടി എങ്ങനെയെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലേ എനിക്ക് മറ്റവൻ്റെ കൂടെ പോകായിരുന്നു എന്നൊക്കെ. നമ്മൾ എത്ര കഥകൾ, എത്ര ന്യൂസ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യണതാണ്. സ്വന്തം കുട്ടീനെ വലിച്ചെറിഞ്ഞു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെ, കുളത്തിലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ, അങ്ങനെ ബാക്ക്ഗ്രൗണ്ടുള്ള മാതാപിതാക്കൾ ഒക്കെ അവരുടെ ഇതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ഒരു സൈക്കിനെയും അവരുടെ ജീവിത നിലവാരത്തെയും അവരിങ്ങനെ പെരുമാറണം എന്നൊക്കെ സ്വാധീനിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേപോലെ ഇങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സോ എത്ര ട്രെയിനിങ് കിട്ടിയെന്ന് പറഞ്ഞാൽ പലരുടെ ഉള്ളിൽ ഈ ഒരു സൈക്കോളജിക്കലായ സണ്ടായിരിക്കും. അതിന് പലപ്പോഴും ആൾക്കാർ അഡ്രസ്സ് ചെയ്യൂല. അവർ ട്രോമ അനുഭവിച്ച് വരുന്ന അധ്യാപകരുണ്ടാവും. ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ആലോചിക്കും. അവർ ജാതി മാത്രം നോക്കിയിട്ടാവില്ല കുട്ടികളെ വേർതിരിക്കുന്നതും അല്ലെങ്കിൽ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ വേറെ പലതും നോക്കിയിട്ടായിരിക്കാം. അപ്പോൾ ചില ആളുകൾക്കില്ലേ കറുപ്പ് എന്നുള്ള ഒരു എന്താ പറയുക കളറിനോട് അങ്ങനെയുള്ള ആൺകുട്ടികളെ പെൺകുട്ടികളെ കുട്ടികളുടെ തന്നെ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതുപോലെ ചില ആൾക്കാർ പല്ല് തേക്കുന്ന ഉമിക്കരി കൊണ്ടാണ് വിചാരിക്കും ഒരു കുട്ടി. അങ്ങനെയുള്ള ആളുകളെ ഉമിക്കരിയുടെ ഒരു പല്ലിൻ്റെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ വെറുപ്പായിരിക്കും. പക്ഷെ ഇവർ പറയുമ്പോൾ എന്താ വെച്ചാൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന സാധനങ്ങൾ ഉപയോഗിക്കണം. ഉദാഹരണം ഉമിക്കരി എന്നൊക്കെ അസംബ്ലിയിൽ പ്രസംഗിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എപ്പോഴും കിടക്കേണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ കറുപ്പിന് 7 അഴക് എന്നൊക്കെ പറയും. എന്നിട്ട് കറുത്ത കുട്ടികളുടെ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ സ്മെല്ല്, നല്ല പെർഫ്യൂം ഇതൊക്കെ അടിച്ചിട്ട് വരുന്ന ആളുകളുടേത് മാത്രം കൂടുതൽ താല്പര്യം, ബാക്കിയുള്ളവരത്ത് അവർക്ക് വൃത്തിയില്ല എന്ന് പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ സ്കൂളുകളിൽ നമ്മൾ കാണും. അത് ജാതിയുടെ സ്വാധീനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ മേ ബി ആയിരിക്കാം. പക്ഷേ ജാതി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാമ്പത്തികവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. പിന്നെ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, പാരൻസിന് കുട്ടികൾക്കൊക്കെ കിട്ടുന്ന എക്സ്പോഷർ, ഇത് നമ്മുടെ ഡി എൻ എയിലില്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. എനിക്ക് ഈ സാധനം അത്രയും ഡൈജസ്റ്റ് ആവില്ല കേട്ടോ. ഡി എൻ എയുടെ ഒരു സംഗതി ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് ഇതൊക്കെ ഡി എൻ എയിലുള്ളതാണ് അല്ലെങ്കിൽ ഇത് ഡി എൻ എയിൽ ഇല്ലാത്തതാണ്. ഒരു കുട്ടിയുടെ ഡി എൻ എയിൽ അവരുടെ ആൻസസ്റ്റേഴ്സ് വിദ്യാഭ്യാസപരമായിട്ട് ഇങ്ങനെ മുന്നേറി വന്നുള്ള ഒരു അല്ലാത്ത കുട്ടിക്ക് പഠിക്കാനൊക്കെ വളരെ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണോ? ആയിരിക്കാം. ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ മുമ്പത്തെ 4ാം ക്ലാസ്സാണ്, എൻ്റെ അമ്മ പറഞ്ഞ 8ാം ക്ലാസ്സാണ്. 8ാം ക്ലാസ് തന്നെ കുറേ കൊല്ലം തോറ്റിട്ട് അങ്ങനെയൊക്കെ അവസ്ഥ. 2 പേർക്കും വലിയ ലോകബോധ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ല. എന്ന് വെച്ചാൽ അവർ മോശമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ, അവരെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസത്തിന് അവർക്ക് ഒരു വിലയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും 3 നേരം ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കണം. ഞാൻ അവരെ കുറ്റം പറഞ്ഞ പോലെ അങ്ങനെയല്ല. അപ്പോൾ നമ്മളങ്ങനെ കുറേ വയലൻസും ഇമോഷണലായിട്ടുള്ള നെഗ്ലക്റ്റ്, കംപ്ലീറ്റ് നെഗ്ലക്റ്റ്, അട്ടർ നെഗ്ലക്റ്റ്, രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഒരു സൂര്യൻ തരാത്ത അവസ്ഥ, സ്വന്തം മക്കളാണെന്ന് പോലും കരുതാത്ത രീതിയിൽ അവരുടെ കുറേ ഇതും ഒക്കെ നമ്മൾ കണ്ടും കേട്ടിട്ടൊക്കെ ചെറുപ്പത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളെ ആയിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമുണ്ട്. അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ പല ക്ലാസ്സുകളിൽ പഠിപ്പിക്കണം പോകുന്ന സമയത്തൊക്കെ നമ്മൾ കുറേ കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ അനുഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അത് ജാതി മാത്രം നോക്കിയിട്ടാണ് ആളുകൾ
നമ്മുടെ സ്വത്തുബോധം ഉണ്ടായി വരുന്നതെന്നോ അല്ലെങ്കിൽ DNA ഇതിപ്പോൾ നമ്മുടെ പാരൻസിന് പഠിത്തമില്ലാത്തതുകൊണ്ട് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നില്ല. ഈ ഗൈഡുകളില്ലാത്തതുകൊണ്ടും നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു തരാത്തതുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാനുള്ള എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഡൗട്ട് ചോദിക്കാൻ മടി ആയതുകൊണ്ടും ഇപ്പോൾ ഇൻട്രോവേർട്ടുകളായ പല കുട്ടികളും അവരെ സംശയങ്ങളും ചോദിക്കില്ല. ഞാനൊക്കെ പക്ക ഇൻട്രോവേർട്ട് ഷൈ ആയ ഒരാളായിരുന്നു, ഇപ്പോഴാണ്. അപ്പോൾ അവസ്ഥ എന്താ വെച്ചാൽ ഇത് ഒരാളുടെ ഡൗട്ട് ചോദിക്കാനൊക്കെ പ്രശ്നമാണ്. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ എല്ലാ സൗകര്യങ്ങളുള്ള കുട്ടികൾ, അത്യാവശ്യം കോൺഫിഡൻ്റ് ആയ കുട്ടികൾക്ക് അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചോദിക്കും, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും തോന്നുന്നു. ഈ പറയുന്നത് ഞാൻ കുറച്ചും പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് ഇവർക്ക്. അത്യാവശ്യം പൈസ ഉണ്ട്, അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്, അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട് ഉള്ള ആളുകൾക്ക് കുറച്ചൊക്കെ എന്താ പറയുക, ഒരു ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും തോന്നണം. പക്ഷെ അപ്പോഴും ഇതിൻ്റെ ഒരു വിഷയമുണ്ട്. ജീവിതത്തിൽ കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്കാണ് മനുഷ്യത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സമൂഹത്തിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്തവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂല എന്നല്ല ഞാൻ പറയണത്. ജീവിതത്തിൻ്റെ കയ്പ്പ്, പട്ടിണി, ദുരിതം, കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ ആളുകൾക്ക്, സാമ്പത്തിക മാന്ദ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾക്ക് അപ്പോൾ കുറേ ദുരിതം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ സമൂഹത്തോട് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അതുമല്ല ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേടനും അത് സാധിച്ചിട്ടുണ്ട്, ഇനിയും സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വേടൻ്റെ കവിത സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ മലയാളത്തിലേറ്റാണ്. മൈക്കിൾ ജാക്സൻ്റെ കവിതയോട് കമ്പയർ ചെയ്തിട്ട് പഠിക്കണ സംഗതിയാണ്. ഇത് തേങ്ങ ഇത് കറണ്ട് പോയി. അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ DNA-ലേ ഇല്ല. അതായത് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടി അയാളുടെ സസ്ഥിത സമൂഹത്തിൽ നിന്ന് വന്നാൽ അത് ആ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ല. പക്ഷേ ഈ സിസ്റ്റം കാണുന്നത് ആ കുട്ടിയെ അടിച്ചു പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തിലാണ്. ഇത് ആ കുട്ടിക്ക് അറിയില്ല. കുട്ടിയുടെ അപ്പൻ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ. ഒരു സ്കൂളിൻ്റെ പേര് ഞാൻ പറയില്ല, ഒരു പക്ഷേ അത് വൻ വിവാദമായി തീരും. അതായത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് അത്രയും റിലയബിളായ ഒരു സോഴ്സിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ട്രൈബൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ്, ട്രൈബൽ കുട്ടികളുടെ ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടി അവിടെ വരുന്ന സമയത്ത് മലയാളത്തിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ആ മലയാളം കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അവർക്കൊരു അപരിചിതത്വം, എസ്ട്രേഞ്ച്മെൻ്റാണ്. അതായത് ഇത് ഏത് ഭാഷ, ഇത് നമ്മുടെ ഭാഷയല്ലല്ലോ എന്ന്. അതായത് ട്രൈബൽ ഏരിയയിൽ ഇപ്പോൾ ഇരുളാൻ ഭാഷ, അങ്ങനെ എന്തൊക്കെ കുറേ ഭാഷകളുണ്ട്. ഞാൻ ഇരുളാൻ ഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, കൃത്യമായിട്ട് അറിയില്ല, ക്ഷമിക്കണം. അപ്പോൾ അവരുടെ ഒരു ശൈലിയിലുള്ള ഒരു സ്ലാങ്ങിലല്ല, ഒരു ഭാഷയിലല്ല ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണോ പഠിക്കേണ്ടത്, സിലബസിൽ എന്താണുള്ളത്, അത് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഇല്ലേ, അത് അവരിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക. അവരിൽ ആ ബ്രിഡ്ജ് ചെയ്യണില്ല. അവരുടെ ഒരു ബ്രെയിനിലേക്ക്, അവരുടെ സൈക്കിളിലേക്ക് ഈ ടീച്ചർ അല്ലെങ്കിൽ സാറ് പറയുന്ന സാധനം എത്തുന്നില്ല, അവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അവർ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ പലരും അവർ കളിയാക്കി ഉണ്ടായിരിക്കും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതാണ്, അവരുടെ ഒരു മലയാളം എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് മലയാളമാണ്. മലയാളം തമിഴൊക്കെ മിക്സായ രീതിയിലുള്ള ഒരു ഇത്, അവരൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു സ്ലാങ്, ഒരു സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ഉണ്ട്. അതാണ് ഞാൻ സ്ലാങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഗതിയൊക്കെ, ആ ഒരു ഡയലക്റ്റ് അങ്ങനെ ഒരു സംഗതി, ഡയലക്റ്റ് എന്നാണ് വാക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അപ്പോൾ കുട്ടികൾ കളിക്കുമ്പോഴൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ ഫുട്ബോൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. കല്ല് മുകളിക്കിട്ടിട്ട് ആ കല്ലിനെ പിടിക്കാൻ ശ്രമിക്കുക അത്രേ. അപ്പോൾ കല്ല് മുകളിക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ കളിച്ചൊക്കെ ഈ കല്ല് എന്നിട്ട് പലപ്പോഴും ഇവരെ മേത്ത് വന്ന് വീഴുന്നുണ്ടാവും, ചിലപ്പോൾ ചോര ചെറുതായിട്ട് പൊട്ടുണ്ടായിരിക്കും എന്നൊക്കെ. എന്നിട്ട് അങ്ങനെയൊക്കെ അവർ കളിക്കണം. അപ്പോൾ പലരും പറഞ്ഞത് ഇങ്ങനെ വന്യമായിട്ടുള്ള ഒരു സംഗതി എങ്ങനെയാണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുക? അതേപോലെ ടീച്ചേഴ്സിനൊക്കെ അവർ ഏതോ വല്ല ശത്രുക്കളെ പോലെ അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത പോലെ ഒക്കെയാണ് കരുതുന്നത്. അതായത് അവരെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഒരുപാട് അവിടെ നിന്ന് മാറി നിൽക്കണ പോലെയാണ് അവസ്ഥ. അപ്പോൾ പല കുട്ടികളും പഠിത്തം നിർത്തി പോകും ഇറക്കി വെച്ചിട്ട്, അങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ അവരിലേക്ക് ഇത് ഒരു സിലബസ് എത്തിച്ചു കൊടുക്കാനൊക്കെ പാടാണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കഥകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളൊക്കെ ആരൊക്കെ പറയുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം അത് സത്യാവസ്ഥ ഉണ്ട് എന്നൊന്നും അറിയില്ല, അത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, നമ്മൾ ഇതിൻ്റെയൊക്കെ സാമ്പത്തികവും ജാതിയും അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസങ്ങളും പാരമ്പര്യവും ഇതൊക്കെ എഡ്യൂക്കേഷനെ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കറിയില്ല. ഇപ്പോൾ ഒരു കാര്യം കളിച്ചേക്കുക, ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു 6ാം ക്ലാസ് വരെ എന്തോ നന്നായിട്ട് പഠിച്ചായിരുന്നു അത്രേ. അതിനുശേഷം ആ കുട്ടിയുടെ മാർക്ക് ഒരുപാട് താഴ്ത്തി പോയി. കുട്ടി പറഞ്ഞു കേൾക്കണില്ല, ഭയങ്കര റെബല്യസ് അത്രേ. ക്ലാസ്സിൽ ടീച്ചേഴ്സിനെ മുഴുവൻ ചോദ്യം ചോദിക്കുക അങ്ങനെയല്ല പറയുന്നത്, ഭയങ്കര താന്തോത്തരം കാണിക്കുകയാണെന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നത്.
അപ്പോൾ സംഗതി എന്താ വെച്ചാൽ എനിക്ക് ഈ കുട്ടീനെ എല്ലാവർക്കും വെറുപ്പായിരുന്നു, കുട്ടിയെ ദേഷ്യമായിരുന്നു, എല്ലാവർക്കും അസൂയയും ദേഷ്യവും, അസൂയല്ല ദേഷ്യവും ഒക്കെ ആയിരുന്നു കുട്ടിയുടെ ടീച്ചേഴ്സിനടക്കം. പക്ഷേ പിന്നീട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും, അച്ഛൻ ഗൾഫിൽ എന്താണ്, അമ്മ നാട്ടിലാണ്. അപ്പോൾ അമ്മയും അച്ഛനും തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല, ഇവർ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. ഇവർ ഇപ്പോഴും പരസ്പരം ചീത്ത വിളിക്കണതും കുട്ടികളെ എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് പറയും. ഇത്രയും ഒരു അനിയത്തി ഇവളാണുള്ളത്. അപ്പോൾ ഇവളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഇത് കേട്ടിട്ട് കുഞ്ഞു മനസ്സ് ഒരുപാട് നോയിക്കപ്പെട്ടു. അതുപോലെ അമ്മ ഇവളെ കൂട്ടാണ്ട് ട്രിപ്പ് പോവുക, അങ്ങനെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇവള് എന്തോ വിശന്ന് കറി എന്തോ ചെയ്തപ്പോൾ അമ്മ ഇവളെ എന്തോ ചെരുപ്പ് കൊണ്ട് തല്ലിയെന്നോ അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത് ഈ കുട്ടി മെൻ്റലി ഇമോഷണലി ഒക്കെ സ്റ്റക്കായി തരാം. അപ്പോൾ അത് ഈ കുട്ടിക്ക് അതിന് ശേഷം മനസ്സിലായി ലൈഫിൽ ഒറ്റയ്ക്കാണ്, ആരുമില്ല, എപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ എന്നെ കൊല്ലുമോ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാത്ര ദുസ്വപ്നങ്ങൾ കണ്ട് അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ. അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ക്രൂരമായിട്ട് ആ കുട്ടിയുടെ ചെയ്താൽ പോലും ഒരാളുടെ ഇത് പറയാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ. അവസാനം ഈ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കുട്ടിക്ക് എല്ലാവരോടും അതായത് ഭയങ്കര പേടിയാണ് ഉള്ളിൽ. ഈ പേടി മാറിയിട്ട് പിന്നെ എന്തായി ദേഷ്യമായി, വെറുപ്പായി, ആരും കണ്ണിൻ്റെ നേരെ പിടിക്കാണ്ടായി, അങ്ങനെയൊക്കെ അവസ്ഥ. അപ്പോൾ എന്താ വെച്ചാൽ കൗൺസിലിങ്ങും ഇതൊക്കെ കൊടുത്തിട്ട് ആ കുട്ടിയുടെ എന്താ ആവശ്യം, എന്താ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും. ഇങ്ങനെ പിന്നീട് ഈ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കി ടീച്ചേഴ്സ് ഇടപെടുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നല്ല ആളുകളടുത്ത് നല്ല എന്താ പറയുക നല്ല കമ്പനി ഉണ്ടാക്കാൻ തുടങ്ങി, അത് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ആ കുട്ടി ആ സ്കൂളിലെ പിന്നീട് ഒരു ടോപ്പർ ആവുന്ന ആ ഒരു ലെവലിലേക്കൊക്കെ എത്തി, നല്ല പഠിപ്പിസ്റ്റായി മാറി എന്നൊക്കെ പറയണത് നല്ലൊരു രസമുള്ള, മുമ്പ് രസമായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നത് കുറച്ചും കൂടി സമാധാനമുള്ള ഒരു കുട്ടിയായിട്ട് മാറി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ പർവ്വതാന്ന് പറയട്ടെ, നിങ്ങൾ ആരെയും ഇത് കോൺട്രവേഴ്ഷ്യലായിട്ട് എടുക്കരുത്, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ പലതുണ്ട്, ഇത് ജാതി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുമ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ ഒരുപാട് കാശുണ്ടായിരുന്നു, ഡ്രസ്സ് ഉണ്ടായിരുന്നു, പുതിയ ഡ്രസ്സുകളുണ്ടായിരുന്നു, ബാഗ് എല്ലാം, കൊട, ചെരുപ്പുകൾ ഒക്കെ ഉണ്ട്. പക്ഷേ ആ കുട്ടിയുടെ പ്രശ്നം വേറെ വലുതാണ്. അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റണില്ല. ആ കുട്ടീനെ ക്ലാസ്സിൽ ഈക്വലായിട്ട് മറ്റുള്ളവർ കരുതുന്നില്ലായിരുന്നു. അപ്പോൾ തുല്യത ഇല്ലാത്തത് അല്ലെങ്കിൽ ആൾക്കാർ തുല്യരല്ല എന്ന് പറയാനുള്ള കാരണം ജാതി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ പോയിന്റ്. എന്തപ്പോൾ ഉണ്ടായത്? അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഗതി പോകണം കേട്ടോ. ഇപ്പോൾ ഗൈസ് എന്താ നിങ്ങളുടെ അഭിപ്രായം? വേടൻ സംസാരിക്കുന്നത് ജാതീയതയെക്കുറിച്ചാണ് കൂടുതലും. തുല്യത വേണമെന്നാണ് വേടൻ പറയുന്നത്. തുല്യത വേണം, തീർച്ചയായും തുല്യത വേണം. പക്ഷേ ജാതി മാത്രമാണ് തുല്യത അല്ലാത്തൊരു അവസ്ഥയിലേക്ക് സമൂഹത്തെ നയിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും വേടൻ ഒരു റീഫർമേഷന് കാരണമായി തീർന്നിട്ടുണ്ട്. കാര്യമായ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും പല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടായിരിക്കും. എന്തായാലും വേടനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ജാതി എന്ന് മാത്രം വെച്ചിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കെന്തോ എന്താ ആളിങ്ങനെ തന്നെ സംസാരിക്കണമെന്നൊക്കെ തോന്നലുണ്ട്. നമ്മൾ തുല്യത എന്ന് പറയുമ്പോൾ ആളുകളെ തുല്യരല്ലാത്ത കാരണങ്ങൾ ജാതി മാത്രമാണ് കാരണം എന്ന് പറയുന്നതും അതൊരു തുല്യത ഇല്ലാത്തൊരു സമൂഹത്തിലേക്ക് നയിക്കൂലേ തോന്നുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? അതായത് ആളുകൾ തുല്യരല്ല എന്നതിനുള്ള തെളിവ് എന്നതിനുള്ള ഒരു കാരണം ആൾക്കാർ കണ്ടെത്തണത് ജാതി മാത്രമാണെന്നുള്ളൊരവസ്ഥയ്ക്ക് എത്തുമ്പോഴേ, അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് വേറെ ചിലവർക്കുണ്ട്, കാശ് വീട്ടിൽ ഒരുപാടുണ്ടായിരിക്കും, അതുകൊണ്ട് അവരെ കൂടെ കൂട്ടുണ്ടാവില്ല ബാക്കിയുള്ളവർ, കാശ് കുറവുള്ളവർ. അപ്പോൾ അവിടെ ഈ കാശ് കൂടുതലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടീനെ മറ്റുള്ളവർ ഈക്വലായിട്ട് കരുതുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം എന്താ? ജാതിയാണോ? ആ കുട്ടിയുടെ പ്രശ്നം കാശ് കുറവാണോ? ആ കുട്ടിയുടെ പ്രശ്നം എന്താ? കാശ് കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചൂടെ? അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ കൺസേൺസ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. അത്രയേ ഉള്ളൂ. വേറെ വിഷയമായിട്ട് വേറെ വീഡിയോയിൽ കാണാം ഗൈസ്. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. മഴ പുറത്തിങ്ങനെ നന്നായിട്ട് പെയ്യുന്നുണ്ട്.